യഹൂദരുടെ ഒരു കൂടാര തിരുനാള് സമയത്ത് യഹൂദന്മാര് എന്ത് ചെയ്യുന്നറിയാമോ? ഈന്തപ്പനയിലെ ഓലകളും അതുപോലെ കുരുത്തോലകളും മറ്റ് മരച്ചില്ലകളും ഒക്കെ അവർ ഒടിച്ച് അവരിങ്ങനെ വീശി പോകുന്നൊരു രീതിയുണ്ട് കൂടാര പെരുന്നാളിൽ. ദേവാലയത്തിന്റെ പ്രകാരത്തിൽ അവരൊരു യാഗപീഠം പണിയും. യാഗപീഠം പണിതിട്ട് ജനങ്ങളും പുരോഹിതന്മാരും അതിന് ചുറ്റും ഇങ്ങനെ പ്രദക്ഷിണം ചെയ്യും. പ്രദക്ഷിണം ചെയ്യുമ്പോൾ അവരുടെ കയ്യിലുള്ള കുരുത്തോലകള്, ഈന്തപ്പനയിലെ ഓലകള്, മരച്ചില്ലകളൊക്കെ അവർ അതിലേക്ക് വീശി. ആ സമയത്ത് ഒരു വലിയ ഒരു സന്തോഷത്തിന്റെ സങ്കീർത്തനം, ഹല്ലേൽ സങ്കീർത്തനങ്ങൾ അവർ ചൊല്ലാറുണ്ട്. അതായത് 113 സങ്കീർത്തനം മുതൽ 118 സങ്കീർത്തനം വരെ ഹല്ലേൽ സങ്കീർത്തനങ്ങൾ, കീർത്തനങ്ങൾ, സന്തോഷത്തിന്റെ കീർത്തനങ്ങൾ ഇവർ ആലപിക്കും. പുരോഹിതന്മാർ ഒരു സൈഡിൽ നിന്ന് ആലപിക്കുമ്പോ ജനം ഈ യാഗപീഠത്തിന് നേരെ തങ്ങളുടെ കയ്യിലുണ്ട ഈ കുരുത്തോലകളും ഈ ഈന്തപ്പന ഓലകളും അതുപോലെ മരച്ചില്ലകളും ഒക്കെ അവരിങ്ങനെ വീശി അവർ 118 സങ്കീർത്തനം 25 വാക്യം അവർ ഏറ്റുപാടും. അതിങ്ങനാണ്: കർത്താവേ, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു, ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു, ഞങ്ങളെ രക്ഷിക്കണമേ. പുരോഹിതന്മാർ സങ്കീർത്തനങ്ങൾ പാടുമ്പോ ജനങ്ങൾ അവരുടെ കയ്യിലിരിക്കുന്ന വസ്തുക്കളെ കൊണ്ട് യാഗപീഠത്തിന്മേൽ ഇങ്ങനെ വീശിയിട്ട് അവർ പാടുന്ന അവര് പ്രതിവാക്യമാണ് എന്താണ്? ഹോസാന, ഹോസാന അവർ പാടും. ഹോസാന എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളെ രക്ഷിക്കണമേ. ഇന്ന് നീ തമ്പുരാന്റെ മുമ്പിൽ സമർപ്പിച്ചില്ല ചില വിഷയം, അത് 118 സങ്കീർത്തനത്തിൽ അതിന്റെ 25 വാക്യമാണ്: കർത്താവേ, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു, ഈ ഇരുട്ടിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, ഈ അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. അവരിങ്ങനെ ശക്തമായി ഈ സങ്കീർത്തനം ചൊല്ലും. ആ സങ്കീർത്തനങ്ങൾ ചൊല്ലി അവരെങ്ങനെ ആ കൂടാരത്തിരുന്നാൾ ഒരു ഭയങ്കരമായ ഒരു 7 ദിവസമൊക്കെ ആചരിക്കും. ഭയങ്കര അനുഭവമായിരുന്നു അത്. കുറെ നാളുകളൊക്കെ കഴിഞ്ഞു. ഏകദേശം ഒരു പെസഹ തിരുനാളിന്റെ കാലഘട്ടമൊക്കെ എത്തിയപ്പോ ഒലിവ് മലയിൽ നിന്ന് യേശുക്രിസ്തുവും തന്റെ ശിഷ്യരും തന്നോടൊപ്പം ഒരു വൻ ജനാവലിയും വന്നപ്പോൾ ഒലിവ് മലയിൽ താൻ വരുമ്പോൾ ജനക്കൂട്ടം കണ്ട ഒരു സംഭവമുണ്ട്. എന്താണ് അവർ കണ്ടത്? പണ്ട് അന്ധകാരത്തിൽ കിടന്ന സ്ഥലം, പണ്ട് ഇരുട്ടിൽ കിടന്നത്, ഈ നടന്നു വരുന്നവൻ എന്റെ വാർഡിൽ വന്നിട്ട് ചില ഉപദേശങ്ങൾ തന്നു, ചില ദൂതുകൾ തന്നു, ചില വചനങ്ങൾ തന്നു. അവന്റെ വസ്ത്രത്തിൽ തൊടാൻ പറ്റി, അവന്റെ വാക്ക് എന്റെ കുടുംബത്തിൽ വന്നു, എന്റെ വീട്ടിൽ ഇരുട്ട് മാറി വെളിച്ചം വന്നു, എന്റെ വീട്ടിൽ മരണം മാറി ജീവൻ വന്നു. ഇതിന് സാക്ഷികളായ ഒരു കൂട്ടം ജനങ്ങളുണ്ടല്ലോ. അവരെന്ത് ചെയ്യുന്നറിയാമോ? മനസ്സിലാക്കിയ ഒരു സത്യമുണ്ട്, മറ്റാരും മനസ്സിലാക്കാത്ത ഒരു സത്യം. ഇപ്പോൾ ഒലിവ് മലയിൽ നിന്ന് ഇറങ്ങി വരുന്നവർ ഇപ്പോൾ ജീവനോടെ ഉള്ളപ്പോൾ എന്നെ രക്ഷിച്ചെങ്കിൽ എന്റെ ജീവനെ കളയാതെ മുന്നേറുവാൻ, മുന്നോട്ട് നടത്തുവാൻ കഴിവുള്ളവനാണെന്ന് അവർക്ക് മനസ്സിലാക്കി. അവരുടെ വസ്ത്രങ്ങൾ അവർ ആ വഴിയിൽ വിരിച്ചു. അവർ ഓടി ഒലിവിന്റെ കൊമ്പുകളെ പറിച്ചു, ഒലിവിൻ ചില്ലകളൊക്കെ അവരങ്ങോട്ട് വിരിച്ചു. എന്നിട്ട് അവരിങ്ങനെ പാടി: ദാവീദിന്റെ പുത്രന് ഹോശാന, അത്യുന്നതനായവന് ഹോശാന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവന് ഹോശാന. ഹോശാന ദാവീദിൻ സുതനേ, ഹോശാന, ഹോശാന, ഹോശാന. പാടിക്കേ: ഹോശാന ദാവീദിൻ സുതനേ, ഹോശാന, ഹോശാന, ഹോശാന. വീട്ടിലെ ഇരുട്ട് മാറുന്നത് ഒന്ന് ഭാവന കാണും. നിന്റെ കയ്യിൽ കുഞ്ഞിരുന്ന് കളിക്കുന്നത് ഭാവന കാണും. സ്വന്തം വാഹനത്തെ നീ ഓടിക്കുന്നത് ഭാവന കാണും. സ്വന്തം വീട്ടിലിരുന്ന് ദൈവത്തെ ആരാധിക്കുന്നത് ഭാവന കണ്ടേ. അടുത്ത വർഷം നിന്റെ ജീവിത പങ്കാളിയോടൊപ്പം നിന്ന് ഹോശാന പാടുന്നത് വിശ്വസിച്ചേ. പരിശുദ്ധൻ, പരിശുദ്ധൻ, പരമശക്തൻ, നിരന്തരം തിരുനാമം മുഴങ്ങിടുന്നു. പഠിക്കേ: പരിശുദ്ധൻ, പരിശുദ്ധൻ, പരമശക്തൻ, നിരന്തരം
ഹോശാന കർത്താവിൻ നാമത്തിൽ വന്നവനേ അത്യുന്നതങ്ങളിൽ ഹോശാന ഹോശാന ദാവീദിൻ സുതനേ ഹോശാന 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 ശക്തിയോടെ ഹോശാന പാടാം ഹോശാന ദാവീദിൻ സുതനേ ഹോശാന 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 പരിശുദ്ധൻ പരിശുദ്ധൻ പരമശക്തൻ ചേർന്ന് പാടാം നിരന്തരം തിരുനാമം മുഴങ്ങിടുന്നു പരിശുദ്ധൻ പരിശുദ്ധൻ പരമശക്തൻ നിരന്തരം തിരുനാമം മുഴങ്ങിടുന്നു കർത്താവിൻ നാമത്തിൽ വന്നവനേ അത്യുന്നതങ്ങളിൽ ഹോശാന കർത്താവിൻ നാമത്തിൽ വന്നവനേ അത്യുന്നതങ്ങളിൽ ഹോശാന സ്വർഗത്തിന്റെ ശക്തി വീട്ടിന്റെ മേൽ ഇറങ്ങട്ടെ. ദൈവത്തിന്റെ ശക്തി ഇറങ്ങട്ടെ. യേശുവിന്റെ ശക്തി ഇറങ്ങി വരട്ടെ. വിശ്വാസത്തോടെ ദാവീദിൻ സുതനേ ഹോശാന 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 ദാവീദിൻ സുതനേ ഹോശാന ഹോശാന ഹോശാന